ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ എക്സൈലം ടീച്ചിങ്ങിന്റെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഫിസിക്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒരെണ്ണമായ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, താപം താപനില. ഈ ഭാഗത്ത് നിന്ന് കുറച്ച് വസ്തുതകൾ നമുക്ക് പഠിക്കാം. അതായത് ഈ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിന്റെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് താപം, എന്താണ് താപനില, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത്? മാസും വെയിറ്റും പഠിക്കുന്ന പോലെ മറ്റൊരു കോൺസെപ്റ്റ് ആണ് താപവും താപനിലയും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, താപം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ ഹീറ്റ് എന്നാ വിളിക്കുക. താപനില എങ്ങനെയാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, താപവും താപനിലയും ഒന്നല്ല, രണ്ടും രണ്ടാണ്. തുടങ്ങാം. ശരി, ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സ്ലൈഡ് ഇതേ കാണുന്നുണ്ടോ? ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥത്തിന് ഒരുപാട് അവസ്ഥകൾ ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാം. ദ്രവ്യത്തിന്റെ ഭൂമിയിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന 3 അവസ്ഥകൾ ഖരം, ദ്രാവകം, വാതകം അഥവാ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഖരത്തില് തന്മാത്രകൾ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? വളരെ അടുത്തടുത്ത് ഞെരുങ്ങി ഞെരുങ്ങി സ്ഥിതി ചെയ്യുന്നു, കാണുന്നില്ലേ? ദ്രാവകത്തിലേക്ക് വരുമ്പോഴോ കുറച്ചും കൂടി അകന്ന് 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 തന്മാത്രകൾ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ വാതകത്തിലേക്ക് വരുമ്പോ ക്രമരഹിതമായിട്ട് തന്മാത്രകൾ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ അകന്നാണ്, വളരെ അകലത്തിലാണ് തന്മാത്രകൾ സ്ഥിതി ചെയ്യുന്നത്. റാൻഡം മോഷനിലാണ്, അതിന് ക്രമരഹിതമായ ചലനത്തിലാണെന്ന് പറയാം. ഓക്കെ, അപ്പോ ഖരപദാർത്ഥം എടുത്താലും ദ്രാവകം എടുത്താലും വാതകം എടുത്താലും ദ്രവ്യത്തിന്റെ ഏതൊരവസ്ഥ നമ്മൾ പരിഗണിച്ചാലും ഈ എല്ലാ പദാർത്ഥങ്ങളും അല്ലെങ്കിൽ എല്ലാ അവസ്ഥയിലുള്ള പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് സൂക്ഷ്മങ്ങളായ കണികകൾ കൊണ്ടാണല്ലേ. അതായത് പദാർത്ഥത്തിന്റെ എല്ലാ ഗുണവും കാണിക്കുന്ന ആ ചെറിയ കണം ഏതാണെന്ന് ചോദിച്ചാൽ തന്മാത്രയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം കെമിസ്ട്രിയിൽ. ഓക്കെ, ഇംഗ്ലീഷില് തന്മാത്രയെ നമ്മൾ എങ്ങനെ വിളിക്കും? മോളിക്യൂൾ എന്ന് വിളിക്കും. ഈ തന്മാത്രയുടെ ബേസിസിലാണ് നമ്മൾ താപവും താപനിലയും ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, അതല്ലെങ്കിൽ നിർവചിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു തരട്ടെ, ഇതാ ശ്രദ്ധിച്ചോളൂ, ഇത്രയുള്ളൂ. ഇപ്പോ ഖരാവസ്ഥയായിക്കോട്ടെ, ദ്രാവകാവസ്ഥയായിക്കോട്ടെ, വാതകാവസ്ഥയായിക്കോട്ടെ, അവസ്ഥ ഏത് എന്നത് പ്രശ്നമില്ല. ഒരു പദാർത്ഥത്തില് എത്ര തന്മാത്രകളുണ്ടോ ആ എല്ലാ തന്മാത്രകളുടെയും ടോട്ടൽ കൈനറ്റിക് എനർജി, ആകെ ഗതികോർജത്തിന്റെ അളവിന് വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. അതാണ് താപം അഥവാ ഹീറ്റ്. കാണുന്നുണ്ടോ? അതായത് ഒരു പദാർത്ഥത്തില് 100 തന്മാത്രകൾ ഉണ്ടെങ്കിൽ 100 തന്മാത്രകളുടെയും ഗതികോർജത്തിന്റെ അളവ് നമുക്ക് പരിഗണിക്കണം. മനസ്സിലായോ? ഒരു വസ്തുവിന് ചലനത്തിലൂടെ ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. എത്ര തന്മാത്രകളുണ്ടോ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവ്, അവിടെ ആകെ ഗതികോർജം, ടോട്ടൽ കൈനറ്റിക് എനർജി, ആ വാക്കിനാണ് പ്രാധാന്യം. ക്ലിയർ അല്ലേ? അപ്പോ ഫസ്റ്റ് ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവിന് വിളിക്കുന്ന പേരെന്താണ്? താപം, ഹീറ്റ്. ഇനി പ്രകാശോർജം, ശബ്ദോർജം, വൈദ്യുതോർജം, രാസോർജം, സൗരോർജം, പവനോർജം, ആണവോർജം എന്ന് പറയുന്നത് പോലെ താപവും എന്താണെന്നറിയോ? ഒരു ഊർജ രൂപമാണെന്ന് പഠിച്ചേക്കണം, ഒരു ഫോം ഓഫ് എനർജി ആണെന്ന് പഠിച്ചേക്കണം. കണ്ടോ? അപ്പോ ഖരപദാർത്ഥത്തിനൊരു ഉദാഹരണം ഞാൻ എടുക്കുകയാണ്, ഐസ്. ഇനി ദ്രാവകത്തിനൊരു ഉദാഹരണം എടുക്കുകയാണ്, ജലം. വാതകത്തിന് ഞാനൊരു ഉദാഹരണം എടുക്കുകയാണ്, നീരാവി. ഐസിന് ഞാൻ ചൂട് കൊടുക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? ഉരുകി ജലമായിട്ട് മാറി. അവസ്ഥ മാറിയില്ലേ? ഖരം ദ്രാവകമായില്ലേ? ജലത്തിനെ ഞാൻ വീണ്ടും ചൂടാക്കുകയാണെങ്കിൽ എന്തു പറ്റും? യെസ്, അത് ഉരുകി എന്ന് പറയാൻ പറ്റില്ല, ചൂടായിട്ട് നീരാവി ആയിട്ട് മാറും. അവസ്ഥ മാറിയില്ലേ? വാതകമായില്ലേ? കണ്ടോ? അപ്പൊ ഇങ്ങനെ പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ പദാർത്ഥത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജരൂപം ഏതാണ് എന്ന് നിങ്ങളോട് ചോദിക്കാം. അതിനും ഉത്തരം എന്ത് പഠിച്ചു വെക്കുക? താപമാണെന്ന് പഠിക്കുക. ഇങ്ങനെ താപം ഒരു ഊർജരൂപമാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണെന്ന് ചോദിക്കാം. വേറെ ആരുമല്ല, അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. കണ്ടോ? അപ്പൊ താപം ഊർജരൂപമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്?
ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണെന്ന് നിങ്ങളെ പഠിച്ചു വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഈ താപോർജ്ജത്തിന്റെ അല്ലെങ്കിൽ താപത്തിന്റെ, താപനില എന്ന് പഠിക്കരുതേ, താപത്തിന്റെ SI യൂണിറ്റ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കാം. അതും ജൂള് തന്നെയാണെന്ന് പഠിച്ചു വെക്കുക. നമ്മൾ ക്യാപിറ്റൽ J കൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. എപ്പോഴും SI യൂണിറ്റുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ എന്ന് ചോദിച്ചാലില്ല. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്രാക്ടിക്കൽ ആവശ്യങ്ങൾക്ക് അതിൻ്റെതായിട്ട് നമ്മൾ ഊർജം യൂണിറ്റിൽ മാറ്റം വരുത്താറുണ്ട്. ഓക്കെ, SI യൂണിറ്റ് ജൂൾ ആണെങ്കിൽ താപത്തിന്റെ CGS യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാം. സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. CGS സിസ്റ്റത്തിലുള്ള യൂണിറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോ എർഗ് ആണെന്ന് പഠിച്ചു വെച്ചേക്കണം. കാണുന്നുണ്ടോ? ERG, എർഗ്. ആക്ച്വലി 10⁻7 10�7 എർഗ് ചേരുമ്പോഴാണ് എന്താവുക, 1 ജൂൾ ആവുക എന്ന കാര്യം കൂടി മറക്കരുത്. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ചോദിച്ച് ഇരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ്. PYQ ആണ്, ഓർത്തു വെച്ചേക്കണം. 1 ജൂള് 10⁻7 എർഗ് ആണെന്ന് പഠിച്ചേക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ? അല്ല, നമ്മള് താപോർജ്ജം അളക്കുന്ന വലിയ യൂണിറ്റ് ഏതാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ഫുഡിന്റെ കേസൊക്കെ വരുമ്പോ ഈവൻ നമ്മളെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, ഒരു മാമ്പഴത്തിൽ ഇത്ര കലോറി അല്ലെങ്കിൽ ഇത്ര കിലോ കലോറി. ഇന്ധനങ്ങൾ കത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഊർജം ഇത്ര കലോറി, കിലോ കലോറി. ഇപ്പൊ കലോറി കണക്കാണ്. അപ്പോ താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണെന്ന് നമ്മൾ പഠിച്ചു. ചെറിയൊരു യൂണിറ്റ് CGS സിസ്റ്റത്തിലെ യൂണിറ്റ് എർഗ് ആണെന്ന് പഠിച്ചു. ജൂളും എർഗും തമ്മിലുള്ള ബന്ധം എന്താ? 1 ജൂള് 10⁻7 എർഗ് ആണെന്ന കാര്യം പഠിച്ചു. അതുപോലെ 1 കലോറി എത്ര ജൂൾ ആണെന്ന് ചോദിക്കും. നോക്കണേ, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 4.2 ജൂള് ചേർന്നാൽ മാത്രമേ 1 കലോറി ആകുന്നുള്ളൂ. അപ്പോ മനസ്സിലാകുക, താപോർജ്ജത്തിന്റെ അല്ലെങ്കിൽ താപത്തിന്റെ വലിയ യൂണിറ്റ് ആണ് ഏത്? കലോറി അല്ലെങ്കിൽ കാലറി. ക്ലിയർ ആയോ? മറക്കരുത്, എർഗ് ആയിക്കോട്ടെ, ജൂൾ ആയിക്കോട്ടെ, കലോറി ആയിക്കോട്ടെ, ഇതെല്ലാം താപത്തിന്റെ യൂണിറ്റുകൾ തന്നെയാണ്. ബട്ട് SI യൂണിറ്റ് ജൂള്, വലിയ യൂണിറ്റ് കലോറി, CGS സിസ്റ്റത്തിലെ യൂണിറ്റ് അല്ലെങ്കിൽ ചെറിയ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പഠിച്ചേക്കണം? എർഗ്. ഇനി 1 ജൂള് എത്ര എർഗാണ്? 10⁻7 എർഗാണ്. 1 കലോറി എത്ര ജൂളാണ്? 4.2 ജൂളാണ്. പഠിച്ചു വെക്കുക, അതും PYQ ആണ്. ഈ താപോർജ്ജം അളക്കുന്ന ഉപകരണം ഏതാ എന്ന് ചോദിക്കുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ട് തെർമോമീറ്റർ എന്ന് ഇങ്ങനെ എടുത്തുചാടി പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, അത് വേറെ കോൺസെപ്റ്റ് ആണ്. നമ്മൾ നോക്കാൻ പോകുന്നതേ ഉള്ളൂ. അതാ ഞാൻ ഇവിടെ താപോർജ്ജം, ഹീറ്റ് എനർജിയെ കുറിച്ചാണ് പറയുന്നത്. താപോർജ്ജം അളക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ഒന്നും കൂടാതെ നിങ്ങളെ പഠിച്ചു വെച്ചേക്കണം. അതിന്റെ ഉത്തരം എന്താണ്? അത് കലോറിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഹീറ്റ് എനർജി അതല്ലെങ്കിൽ താപോർജ്ജം മെഷർ ചെയ്യുന്ന ഉപകരണം, ഡിവൈസ് ഏതാണെന്ന് ചോദിക്കാം. എന്താണ് അത്? കലോറിമീറ്റർ. ഉപകരണമാണ്. ഡിവൈസ് ഏതാണ്? കലോറിമീറ്റർ ആണെന്ന് പഠിച്ചേക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ താപവുമായി ബന്ധപ്പെടുത്തി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഇതെല്ലാവർക്കും ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാമോ? ഓക്കെ അല്ലേ? ഒന്ന് ഓടിച്ചു നോക്കിക്കേ. ഇതില് ഞാൻ ആ മഞ്ഞ വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആകെ ഗതികോർജത്തിന്റെ അളവ് 100 തന്മാത്രയുണ്ടെങ്കിൽ 100 തന്മാത്രയുടെയും കൈനറ്റിക് എനർജി ഓഫ് ഫസ്റ്റ് തന്മാത്ര, സെക്കൻഡ് തന്മാത്ര, തേർഡ്, അങ്ങനെ 100 തന്മാത്രകളുടെയും കൈനറ്റിക് എനർജി നമ്മൾ എടുത്തിട്ട് സം ചെയ്യണം. ഓക്കെ, ഇത് താപം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് വേറെ ഒന്നുമല്ല, ഇതേ കാണുന്നുണ്ടാകും, താപനില. താപനില മലയാളത്തില് മറ്റൊരു പദം അല്ലെങ്കിൽ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിന് മറ്റൊരു വാക്കുകൂടിയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഊഷ്മാവ്. ഓക്കെ, അപ്പൊ താപനില എന്ന് പറഞ്ഞാലും ഊഷ്മാവ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. സൂര്യനെ അർക്കൻ, ആദിത്യൻ എന്ന് വിളിക്കുന്ന പോലെ താപനില അതിന്റെ പര്യായം തന്നെയാണ് ഊഷ്മാവ്. ഇംഗ്ലീഷില് ഇത് രണ്ടും ടെമ്പറേച്ചർ ആണ്. കാണുന്നുണ്ടോ? ഇത്രയുള്ളൂ വ്യത്യാസം. ഒരു പദാർത്ഥം ഏതോ ആയിക്കോട്ടെ, ഏതവസ്ഥയോ ആയിക്കോട്ടെ, കുറേയധികം തന്മാത്രകളാൽ നിർമ്മിതമാണെന്നറിയാലോ. എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവ് താപമാണെങ്കിൽ ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും
ശരാശരി ഗതികോർജം, ആവറേജ് കൈനറ്റിക് എനർജിയുടെ അളവ് എന്താണെന്ന് ചോദിക്കാം. അതാണ് താപനില, അതല്ലെങ്കിൽ ടെമ്പറേച്ചർ. അപ്പൊ 100 തന്മാത്രകൾ ഉണ്ടെങ്കിൽ ആ 100 കൈനറ്റിക് എനർജിയുടെ സം എടുത്താൽ നമുക്ക് ഹീറ്റ് എന്താണെന്ന് കിട്ടും, അല്ലെങ്കിൽ എത്രയാണെന്ന് കിട്ടും. ഇനി അതിന്റെ ആവറേജ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ പദാർത്ഥത്തിന്റെ ടെമ്പറേച്ചർ അതല്ലെങ്കിൽ താപനില കിട്ടും. വ്യത്യാസം മാറിപ്പോവരുതേ. ആകെ ഗതികോർജമാണെങ്കിൽ താപം, ശരാശരി ഗതികോർജമാണെങ്കിൽ താപനില. ഇനി നമ്മളിപ്പോ അന്റാർട്ടിക്കയിൽ പോകുമ്പോ അയ്യോ ഭയങ്കര തണുപ്പ് അല്ലെ, ഇനി സഹാറ മരുഭൂമി പോകുമ്പോഴത്തേക്കും അയ്യോ സഹിക്കാൻ വയ്യാത്ത ചൂട്. അത് ഈ താപത്തിന്റെ തന്നെ 2 നിലകളെയാണ് കാണിക്കുന്നത്. ഒന്ന് അതിഭയങ്കരമായ ചൂടും തീക്ഷ്ണമായ ചൂടും, അതുപോലെ അതിഭീകരമായ തണുപ്പും അല്ലെ. എന്ന് പറഞ്ഞാൽ താപനിലയ്ക്ക് മറ്റൊരു നിർവചനം കൂടിയുണ്ട്. വസ്തുവിന്റെ ചൂടോ തണുപ്പോ പ്രകടിപ്പിക്കുന്ന ഭൗതിക അളവ്, ദ ഡിഗ്രി ഓഫ് കോൾഡ്നെസ് അല്ലെങ്കിൽ ഹോട്ട്നെസ്. എത്ര ചൂടാണ്, എത്ര തണുപ്പാണ്, ആ ചൂട് തണുപ്പ് അതിന്റെ ലെവല് എത്രത്തോളം ചൂടാണ്, എത്രത്തോളം ഹോട്ടാണ്, എത്രത്തോളം കോൾഡ് ആണ്. അപ്പൊ വസ്തുവിന്റെ ചൂടോ തണുപ്പോ പ്രകടിപ്പിക്കുന്ന ഭൗതികരാശി ഏതാ എന്ന് ചോദിക്കാം. അതെന്താണ്? താപനില. നമ്മൾ ഈ പ്രകാശോർജം, ശബ്ദോർജം, വൈദ്യുതോർജം പോലെ താപം എന്ന് പറയുന്നത് ഒരു ഊർജ്ജരൂപമാണെന്ന് പഠിച്ചു. എന്നാൽ താപനില ഒരിക്കലും എന്തല്ല, ഊർജ്ജരൂപം അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തേക്കണം. അത് ആ പദാർത്ഥത്തിന്റെ ചൂട് എത്രയാണ്, തണുപ്പ് എത്രയാണ്, ആ താപത്തിന്റെ നിലവാരം, ലെവലാണ് കാണിക്കുന്നത്. ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസ്. കണ്ടോ? അതുകൊണ്ട് തന്നെ താപനിലയ്ക്ക് ഒരുപാട് യൂണിറ്റുകൾ നമുക്ക് പറയാറുണ്ട്. നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ പറയുന്നുണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയുന്നുണ്ട്, കെൽവിനിൽ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് ജലത്തിന്റെ തിളനില എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയില്ല. അത് ശരിയാണ്, ബട്ട് ഫാരൻഹീറ്റിലെ വാല്യൂ 373 കെൽവിൻ എന്നും പറയില്ല. അതും ശരിയാണ്, ബട്ട് കെൽവിനിലെ വാല്യൂ ആണ്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് കൂടുതലും ഡിഗ്രി സെൽഷ്യസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അതാ അപ്പൊ വെള്ളം തിളയ്ക്കുന്നത് നമ്മൾ പെട്ടെന്ന് പറയും 100 ഡിഗ്രി സെൽഷ്യസ്. ഐസ് ഉരുകുന്നത് 0 ഡിഗ്രി സെൽഷ്യസ്. അല്ലാതെ അവിടെ 32 ഡിഗ്രി ഫാരൻഹീറ്റ്, 273 കെൽവിൻ, അതൊക്കെ കറക്റ്റ് ആണെങ്കിലും ആ പ്രയോഗങ്ങൾ അവിടെ നമ്മൾ വെക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ, അതുപോലെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നേഴ്സ് തെർമോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് 102 ഡിഗ്രി സെൽഷ്യസ് ആണോ? അല്ല, 102 ഡിഗ്രി ഫാരൻഹീറ്റ് പനിയാ. കണ്ടോ? അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനും അതുപോലെ ഡിഗ്രി ഫാരൻഹീറ്റിനും അതിൻ്റെതായ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും, ഇത് താപനിലയുടെ യൂണിറ്റുകൾ ആണെങ്കിൽ കൂടിയും SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷനും കൂടാതെ നിങ്ങൾ പഠിച്ചേക്കണം. അതെന്ത് തന്നെയാണ്? കെൽവിൻ. പിന്നെ എനിക്ക് അവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സെൽഷ്യസും ഫാരൻഹീറ്റും നമ്മൾ ഡിഗ്രി ചേർത്താണ് പറയുന്നത്. എന്നാൽ കെൽവിൻ ഒരിക്കലും നിങ്ങൾ ഡിഗ്രി കെൽവിൻ എന്നൊരു പ്രയോഗം നടത്തരുത്, തെറ്റാണ്. കെൽവിൻ, ദാറ്റ് ഈസ് ഇനഫ്. ഓക്കെ, കെൽവിൻ അത് മാത്രം മതി. ഓക്കെ അല്ലേ? അപ്പൊ SI യൂണിറ്റ് കെൽവിൻ ആണ്. മറ്റ് യൂണിറ്റുകൾ ചോദിക്കുമ്പോൾ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ക്ലിയർ ആണ്? ഇനി നോക്കൂ, വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം കൂടുമ്പോൾ വസ്തുവിന്റെ താപനില വർദ്ധിക്കുന്നു. ആ സെന്റൻസ് ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞു തരാം. ഒരു പാത്രത്തില് കുറച്ച് വെള്ളം എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് കൊടുക്കുന്നുണ്ട്, താപം കൊടുക്കുന്നുണ്ട്, ചൂടാക്കുന്നുണ്ട്. ചൂട് കിട്ടുമ്പോൾ എന്താ പറ്റുക? യെസ്, ആ ചൂടേറ്റ് ജലതന്മാത്രകൾ പതുക്കെ ചൂടായി ചെറിയ ബബിൾസ് വന്ന് ആ ചൂടായ ജലതന്മാത്രകൾ മേളിലോട്ട് വന്ന് തണുത്ത ജലതന്മാത്രകൾ താഴോട്ട് പോയി, അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് വെള്ളം അങ്ങ് ചൂടായി. ആദ്യം ചെറിയ കുമിള, പിന്നെ വലിയ കുമിള, പിന്നെ വെള്ളം അങ്ങ് തിളയ്ക്കാൻ തുടങ്ങും. കണ്ടോ? അപ്പോ പദാർത്ഥത്തിന് ഞാൻ എന്തു കൊടുത്തു? താപോർജം കൊടുത്തു. താപോർജം കൊടുത്തപ്പോ ആ പദാർത്ഥത്തിലെ കണികകൾ അല്ലെങ്കിൽ തന്മാത്രകൾ ആ താപോർജത്തെ സ്വീകരിച്ചിട്ട് അതിന്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം വർദ്ധിപ്പിച്ചു. കൈനറ്റിക് എനർജി വർദ്ധിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ പദാർത്ഥത്തിന്റെ ടെമ്പറേച്ചർ അതല്ലെങ്കിൽ താപനില എന്ത് ചെയ്തു? ഉയർന്നു. ഇനി നാം സെന്റൻസ് നോക്കിക്കേ. വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം കൂടുമ്പോൾ, കാരണം
ശരാശരി ഗതികോർജത്തിന്റെ അളവല്ലേ താപനില. അപ്പൊ ഗതികോർജം കൂടുകയാണെങ്കിൽ അതിന്റെ താപനിലയിലും എന്തുണ്ടാകുന്നുണ്ട്? വർധനവുണ്ടാകുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ അല്ലേ? അപ്പോ താപവും താപനിലയും കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി, ക്ലിയർ ആയി എന്ന് കരുതുന്നു. എന്നാൽ കൂടിയും നമുക്ക് ഒന്നും കൂടി സെറ്റാക്കാനായിട്ട് അതേ കാണുന്നുണ്ടോ? പദാർത്ഥം ഏതവസ്ഥയിലായിക്കോട്ടെ, എല്ലാ അവസ്ഥയിലുള്ള പദാർത്ഥങ്ങളും തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമാണ്. അങ്ങനെ പദാർത്ഥത്തിലുള്ള എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിന്റെ അളവ് ടോട്ടൽ കൈനറ്റിക് എനർജി താപമാണെങ്കിൽ ശരാശരി ഗതികോർജത്തിന്റെ അളവ് ആവറേജ് കൈനറ്റിക് എനർജി താപനിലയാണെന്ന് പഠിച്ചേക്കണം. താപോർജത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണെങ്കിൽ താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ഞാൻ ആ കമ്പാരിസൺ ആണ് പറയുന്നത് കേട്ടോ, രണ്ടും കൂടി കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന പോയിന്റ്സ് വെച്ചിട്ട്. താപോർജം അളക്കുന്ന ഉപകരണം കലോറിമീറ്റർ ആണെങ്കിൽ താപനില അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ. ഇനി താപം അല്ലെങ്കിൽ താപോർജം എന്ന് ഞാൻ പറയുമ്പോൾ പേര് പോലെ തന്നെ ഒരു ഊർജ രൂപമാണ്. എന്നാൽ താപനില എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഫോം ഓഫ് എനർജി ഊർജ രൂപമല്ല. പദാർത്ഥം എത്ര ചൂടാണ് എത്ര തണുപ്പാണ് അതിന്റെ ഇൻഡിക്കേഷനാണ് നമുക്ക് തരുന്നത്. ചൂടോ തണുപ്പോ പ്രകടിപ്പിക്കുന്ന ഒരു ഭൗതിക അളവാണ്. ക്ലിയർ അല്ലേ? യെസ്, കണ്ടോ? ഇനി ആ താഴെ നോക്കിക്കേ. ദ ഹീറ്റ് എനർജി ഫ്രം ദ സ്റ്റവ് ബേർണർ വാംസ് അപ്പ് ദ വാട്ടർ. കണ്ടോ, ഞാൻ ഈ വെള്ളത്തില് പാത്രത്തിൽ ഇരിക്കുന്ന വെള്ളത്തിലേക്ക് കൊടുത്ത ചൂട് കാരണമാണ് വെള്ളം എന്തായത്? ചൂടായത്. ഇനി ആ വെള്ളം ചൂടായി, ആ ചൂടിനെ സ്വീകരിച്ചതിന്റെ തന്മാത്രകൾ എന്ത് ചെയ്യുന്നു? ഗതികോർജം വർദ്ധിപ്പിച്ചു. തെർമോമീറ്റർ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ചൂട് സ്വീകരിച്ച് ആ താപനിലയിൽ ഉണ്ടായ മാറ്റം എത്രത്തോളമാണെന്ന് അളക്കാൻ പറ്റും. അപ്പോ ആ വെള്ളം ചൂടാകാനുള്ള കാരണം താപോർജമാണ്. ആ താപോർജം കൊടുത്തതിന്റെ ഫലമായി എനിക്കുണ്ടായ റിസൾട്ട് ആണ് ആ ചൂടായ വെള്ളം. കണ്ടോ? അപ്പൊ കാരണക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് താപം. അത് കാരണമുണ്ടാകുന്ന റിസൾട്ട്, ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിന്റെ ഫലം എന്താണെന്ന് ചോദിക്കാം, അതാണ് താപനില. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ കോൺസെപ്റ്റിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. താപം, താപനിലയുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള ഈ വസ്തുതകൾ നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കി വെക്കൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.